ചക്കയൊക്കെ കിട്ടുന്ന സമയമല്ലേ, നല്ല ടേസ്റ്റിയായ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ചക്കടി ഉണ്ടാക്കിയാലോ. ഒരു 10-15 ചോള ചക്ക, നല്ല പഴുത്ത നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 അച്ച് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാനിട്ടു. ഒരുപാട് മധുരമൊന്നും വേണ്ട, ഞാനൊരു 10-15 ചോള എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 2 അച്ച് ശർക്കര ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചു. അത് നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയുടെ മിക്സ്, ഏലക്കയും ചക്കയും കൂടി അടിച്ചു വെച്ചത് ചേർത്തു. ചിരകിയ നാളികേരം കുറച്ച്, ഒരു അരമുറിയുടെ പകുതി ഇട്ടാലും മതി, ഇട്ടു. 1 ഗ്ലാസ് അരിപ്പൊടി അതും കൂടി ഇട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യാം. ഇതാണ് പാകം. ചെറുതായി ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇലയ്ക്കകത്ത് നമ്മൾ അട പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത്, ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചതാണല്ലോ. അപ്പോൾ നമ്മൾ അതങ്ങനെ ആക്കി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പിനകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല മണണ്ടാ, ചക്കട ഉണ്ടാക്കിരാട്ടാ, പോയി കളിച്ചോ. ചക്കടയുടെ മണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല അടിപൊളി മണമായിരുന്നു, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ചക്കടയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിങ്ങനെ സ്നാക്കാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കും ചെയ്യാം. ഇപ്പോൾ സ്കൂൾ തുറക്കാല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.